അല്ലാതെ ഞങ്ങൾ ഐക്യപ്പെട്ടു എന്താ വിഷയം ഉണ്ടൂല, അത് പറ്റൂല. അതാ പത്രസമ്മേളനത്തിൽ ടി പി പറഞ്ഞത്. ആ പത്രസമ്മേളനം കാണുകൾ ടി പി അവിടുന്ന് പറഞ്ഞു, ഞങ്ങൾ അവിടുന്ന് പറയും 20-ാം തീയതി കോഴിക്കോട്ടിൽ ഭയങ്കര സംഭവം ഉണ്ട്, അവിടുന്ന് പറയുന്ന ടി പി ആദ്യം പറഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. കടപ്പുറത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്തിനാണ് ഭിന്നിച്ചത് എന്നുള്ള ഈ സമൂഹത്തിന് മുന്നിൽ ഒരു കൃത്യമായൊരു രേഖയുണ്ട്. ആ ഭിന്നിച്ച കാരണങ്ങൾ നിങ്ങൾ ഏതൊക്കെ ഐക്യപ്പെട്ടു, നിങ്ങൾ എന്ത് തീർപ്പിലെത്തി എന്നത് പൊതുസമൂഹത്തിന് ആകാംക്ഷ ഉണ്ടാവും. അല്ല, ആദ്യം ഉൾക്കൊള്ളേണ്ടതും പറയേണ്ടതും ഞങ്ങളല്ലേ, ഞങ്ങളെ സംഘടനയല്ലേ. ഞങ്ങളെ സംഘടനയെ ബോധവൽക്കരണം നടത്തിയതിനു ശേഷമാണ് ഈ പ്രഖ്യാപനം. അതിന്റെ രേഖയുമുണ്ട്. അതിന്റെ വിശദീകരണത്തിലേക്ക് അത് കടക്കുമ്പോൾ തന്നാൽ മതി. ഇപ്പം ഐക്യപ്പെട്ടു എന്ന സന്ദേശമാണ് ഇപ്പൊ ഒരു രഹസ്യമില്ലല്ലോ. ഞങ്ങൾ പറയുന്നു കേരള ജമിയത്തുൽ ഉലമ എടുക്കുന്ന തീരുമാനങ്ങൾ അതിന്റെ കൂടെയാണ് എല്ലാവരും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത് പറയാൻ പറ്റില്ല. കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു വലിയ സംഘടന, ഒരു നൂറ്റാണ്ട് ഏറെക്കുറെ പഴക്കമുള്ള ഒരു സംഘടന, ആ സംഘടന സ്വീകരിച്ചു വന്ന ആദർശങ്ങളാണ്. ആ ആദർശങ്ങൾ അതിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണ്, അതും ലോകം അറിയുന്നതാണ്. അത് തീർന്നു, ഞങ്ങൾ പരസ്പരം യോജിച്ചു എന്ന് പറഞ്ഞ് കേരള ജമിയത്തുൽ ഉലമയുടെ പിന്നിൽ ഏകണ്ഠമായി ഞങ്ങൾ നിലനിൽക്കുക. അതിന് ശേഷം അതിന് പിന്നെ വേറെ അർത്ഥങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും തിരിയില്ല. അതെ, അതറിയാം. അതൊക്കെ പോയവർക്കറിയാം, അത് പോയവർക്കറിയാം. നിങ്ങൾക്കെല്ലാം അറിയാം. അങ്ങനെ ഒന്നും അതിന് വ്യാഖ്യാനിക്കണ്ട. കേരള ജമിയത്തുൽ ഉലമയെ എടുക്കുന്ന തീരുമാനങ്ങൾ അതിനോട് യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. തീർച്ചയായിട്ടും സുതാര്യത ഞങ്ങൾക്ക് ഗൂഢമായ ഒരു ഘടകവുമില്ല. ഞങ്ങൾ റോട്ടിൽ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. എന്താണ് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഇപ്പോ ഒരു പറയും. ഞങ്ങൾ അതിന്റെ വിശദീകരണത്തിൽ കടക്കാൻ 20-ാം തീയതി ചെയ്താ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇനി നിങ്ങളോട് ഈ ലയനം അറിയിക്കാൻ, യോജിപ്പ് അറിയിക്കാൻ, ഈ ഐക്യം അറിയിച്ച് ഞങ്ങള് പ്രവർത്തകന്മാരെയും ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഒരു പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് 20-ാം തീയതി ഞങ്ങൾ പറയും. 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് ഞങ്ങളുടെ ഒരു മഹാസംഗമം ചേരുന്നുണ്ട്. കണ്ടോ? അപ്പൊ ഞങ്ങൾ ഇപ്പൊ തന്നെ ഐക്യപ്പെട്ടു അറിയിക്കാം. അത് പ്രവർത്തകന്മാരെ ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തോട് 20-ാം തീയതി പറയുന്ന അപ്പോഴാ പൊതുസമൂഹം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അന്ന് 20-ാം തീയതി കാത്തിക്കുക, അതിന് മുമ്പ് മരിക്കാൻ മതിയായിരുന്നു എന്ന് വിചാരിച്ച അവനാന്റെ വിശ്വാസം കിട്ടണ്ടേ. അവനാ നയിച്ച പൈസ കിട്ടാൻ വേണ്ടി കാത്തിക്കണ പോലെ തന്നെ എന്റെ വിശ്വാസം എന്താ, ഇനി 20-ാം തീയതി കാര്യമുള്ളൂ, ഇപ്പൊ അറിയില്ലാന്ന് കൂട്ടർ. ഇതല്ലേ ഖുറാഫിയുടെ പണി, എന്താ നിങ്ങളെ വിശ്വാസം, എന്താ തെളിവ്? അത് ഉസ്താദിനോട് ചോദിച്ചു നോക്കണം. അത് ഉസ്താദിനോട് ചോദിക്കണം എന്ന് പറഞ്ഞ പോലെ ഈ വിഷയത്തിൽ എന്താ കൂട്ടരെ ശരി, നിങ്ങളെ അക്കീദപ്പ എന്താ, അത് 20-ാം തീയതി ടി പി പറയും. അതിനുശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഇബ്നു മസ്ഊദ് പറഞ്ഞത്. നിങ്ങളാരും നിങ്ങളതീന് മറ്റോനെ കഴുത്ത് കൊണ്ടുപോയി തൂക്കിടരുത്. ലാ തകുൻ അഹദകും ഇമ്മഅ, നിങ്ങളാരും കൂടെ കൂടാൻ പാടില്ല. അപ്പോൾ ലാ തുഖല്ലിദൻ അഹദകും ദീനഹു, നിങ്ങളൊരാളുടെയും ദീനിനെ വേറൊരാളെ കരുത്തിൽ മാലയായി അണിയിക്കാൻ പാടില്ല എന്നാ. അതെന്താ? ഓൻ നല്ലോനാ ഞാനും നല്ലോന്, ഓൻ പേച്ചോ ഞാനും പേച്ചതു, ഇതാണ് സമസ്തക്കാരെ പറഞ്ഞത്. ബലക്ക് നരകത്ത് കന്ന ഞാനും പേയിക്കോളാം എന്നല്ലേ സുന്നിയാൾ ചോദിച്ചത്. ഈ വിഷയത്തിൽ എന്താ തീരുമാനം? ബദറിൽ മലക്കിറങ്ങിയോ ഇല്ലേ? 14 കൊല്ലം ചർച്ചയായ വിഷയമാണിത്. ഇത് വെച്ചിട്ട് അനസ് മൗലവി എടവണ്ണ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത് വെച്ച് ഈ അബ്ദുസ്സലാം സുല്ലമിക്കെതിരെ എത്രയേറെ പ്രസംഗിച്ചു. അതിന് പണം ചെലവഴിച്ചത് ആരാ? ഈ നാട്ടുകാരായിരുന്നില്ലേ? സ്റ്റേജ് കെട്ടിയതാരാ? ഈ നാട്ടുകാരായിരുന്നില്ലേ? അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തിന് പിന്നെ മെമ്പർ കൊടുക്കാതെ പല സ്ഥലത്തും? അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തെ ക്ലാസ്സിൽ വിളിക്കാതായത്? അതിന്റെ പേരിലല്ലേ അദ്ദേഹത്തെ സമ്മേളനത്തിന് പ്രസംഗിക്കാൻ വിളിക്കാതിരുന്നത്? എന്നിട്ട് അവസാനം തീരുമാനമായി എന്ന് പറയുമ്പോൾ എന്താ തീരുമാനം? അത് 20-ാം തീയതി ആകട്ടെ. അതിന് മുമ്പ് ഇതെന്താ വിശ്വസിക്കുക? ബദർ മലക്ക് ഇറങ്ങിയെന്നോ ഇറങ്ങിയിട്ടില്ലാന്നോ? സംസം വെള്ള മഹത്വം ഉണ്ടെന്നോ ഇല്ല എന്നോ? അജുറസ്മതിന് പോലീസ് ഉണ്ടെന്നോ ഇല്ലാന്നോ? സിറാത്ത് പാലം ഉണ്ട് എന്നോ ഇല്ല എന്നോ? ദജ്ജാല് വരുമെന്നോ ഇല്ല എന്നോ? എന്താ വിശ്വസിക്കേണ്ടത്? അത് 20-ാം തീയതി പറഞ്ഞു. ആയിക്കോട്ടെ, 20-ാം തീയതി പോയി നോക്കുക.
ഇരുപാന്തി ചെന്നു. ആദ്യം തന്നെ ഹുസൈൻ പറഞ്ഞു ആടും ജയിച്ചിട്ടില്ല, ആടും തോറ്റിട്ടില്ല. അപ്പൊ തന്നെ മനസ്സിലായി സംഗതി നാട്ടുകാരെയാണ് തോൽപ്പിച്ചത്. അതെ, എല്ലാവരും വിളിച്ച് മൂപ്പ ഇവിടെ ആരും ജയിച്ചിട്ടില്ല, ആരും തോറ്റിട്ടില്ല. അപ്പൊ തോറ്റതാരാ? നിങ്ങൾ മുന്നിരിക്കണ മനുഷ്യന്മാര്. അതല്ലേ അർത്ഥം? നിങ്ങളാണ് തോറ്റത്. 2002 മുതൽ ഞങ്ങൾ കുറെ പറഞ്ഞു, ഓരും കണ്ടു പറഞ്ഞു. ഇപ്പൊ അവസാനം ഞങ്ങളൊക്കെ ഒന്നായി. അല്ല, ആരാ തിരുത്തിയത്? ഞങ്ങൾ ജയിച്ചിട്ടും തോറ്റിട്ടും ഞങ്ങൾ തോറ്റു പോയത്തക്കാരേ. അതല്ലേ അർത്ഥം? അതല്ലേ അർത്ഥം? ഒരു മരം പോലെയാണ് മറ്റോൻ പറഞ്ഞത്. അമാനിമൊഴിന്റെ പേരിൽ അറിയപ്പെടുന്ന ചങ്ങാതി അയാൾ പറഞ്ഞ മരം പോലെയാണ്. എന്താ പ്രത്യേകത? അസ്ലുഹാ സാബിത്, മൊരട് ഉറച്ചതാ. വഫർഉഹാ ഫിസ്സമാ, ശാഖകൾ ഉപയോഗത്തിന് വിശാലമാണ്. അതിന് കാണ്ടത്തെ പറ്റി അല്ലാഹ് പറഞ്ഞിട്ടില്ല. ഭയങ്കര ഗവേഷണ. അല്ലാഹ് മൊരട് പറഞ്ഞു, ശാഖയും പറഞ്ഞു, കാണ്ടം പറഞ്ഞില്ലാണ്. കൂട്ടര കശജറത്തിൻ തയ്യിബ, ഒരു മരം പോലെയാണ്. അസ്ലുഹ, അതിന്റെ മുരട്. വഫർഉഹ, അതിന്റെ ശാഖ. ഏതായി അത്? ഈ അതേതാ? അതിന്റെ മുരട് ഉറച്ചതാണ്, അതിന്റെ ശാഖ അന്തരീക്ഷത്തിലാണ്. ഈ അതേതാ? അപ്പൊ മൂപ്പയ്ക്കുന്നൊരു കാണ്ടം പറഞ്ഞിട്ട് ഞാൻ വെട്ടി കിട്ടണം. കാണ്ടം പ്രശ്നമല്ല, തടി പ്രശ്നമല്ല, വേരുണ്ടായാൽ മതി. വേര് മാത്രം വല്ല കാര്യമുണ്ട് തടില്ലാതെ? അതാ സ്ഥാപിत. നല്ല വേര് ഉറച്ചക്കണോ? അതുമില്ല. വേരാണ് ഇതൊക്കെ. ഇതൊക്കെ വേരാണ് വിഷയം. ഈ വേര് വേണ്ടേ? പി നദ്രത്തീഫ് മദനി പറഞ്ഞു, കല്യാണപ്പന്തല് കാണാൻ മുന്നിൽ ഇങ്ങനെ വാഴ, കൊലച്ച വാഴ വെക്കണ്. ഒരു കാര്യമില്ല, അതിന് വേരില്ലാന്ന്. വാഴയുണ്ട്, കൊലയുണ്ട്, പക്ഷെ അതിന് വേരില്ല. അങ്ങനത്തെ വാഴ പോരാന്നാ ഞങ്ങൾ പറയണത്. വേരുള്ള വാഴ വേണം എന്നാ ഞങ്ങൾ പറഞ്ഞ പി നദ്രത്തീഫ് മദനി പറഞ്ഞത്. അതല്ലേ വസ്തുത? ഇത് വെട്ടിക്കൊണ്ടെങ്കിൽ വെക്കാൻ എളുപ്പമുണ്ടല്ലോ, അതാർക്കും പറ്റും. അതാർക്കും അപ്പ ചെയ്തത്. എന്നിട്ട് പറയാൻ കാണ്ടം അല്ലാഹ് പറഞ്ഞിട്ടില്ല, അടിവേരും അതേപോലെ ശാഖയും പറഞ്ഞിട്ടുള്ളൂ, കാണ്ടം പറഞ്ഞിട്ടില്ല എന്നാ. കശജറത്തിൻ തൊയ്യിബ, നല്ല മരം പോലെ. മരമന ആദ്യം മനസ്സിലാ വരിക ആ തടി തന്നെ. എന്നിട്ടാണ് അസ്ലുഹ, അതിന്റെ മുരട് സാബിത്ത്, ഉറച്ചതാണ്. വഫർഉഹ, അതിന്റെ ശാഖ ഫിസ്സമാ, ആകാശലോകത്താണ്. അതുപോലും ദുർവ്യാഖ്യാനിക്കാം. അത് ദുർവ്യാഖ്യാനിക്കാം. എന്തെല്ലാം ദുർവ്യാഖ്യാനം. ഈ ഐക്യത്തിന് തൊട്ടു മുമ്പത്തെ വെള്ളിയാഴ്ച, ഐക്യസമ്മേളനത്തിന് തൊട്ടുമുമ്പത്തെ വെള്ളിയാഴ്ച കോഴിക്കോട് ജയിൽ പള്ളിയിൽ കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി ഖുത്ബ പറഞ്ഞ എന്താ അറിയോ? അല്ലാഹ് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, വഇൻ ത്വായിഫതാനി മിനൽ മുഅ്മിനീന ഇഖ്തതലൂ ഫഅസ്ലിഹൂ ബൈനഹുമാ. മുഅ്മിനീങ്ങൾ രണ്ട് കൂട്ടര് പരസ്പരം ഏറ്റുമുട്ടുകയാണെങ്കിൽ നിങ്ങൾ അവർക്ക് സുൽഹുണ്ടാക്കണം. അങ്ങനെ സുൽഹുണ്ടാക്കിയിട്ട് ഐക്യമുണ്ടാക്കി വരുമ്പോ ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ, ശരിക്കുള്ള അർത്ഥം എന്താണ്? അതിൽ ഒരു കൂട്ടര് മറ്റവരോട് അക്രമം കാണിക്കുകയാണെങ്കിൽ ഫഖാത്തുല്ലതി തബ്ഗി, അക്രമം കാണിക്കുന്നവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണം. മൂപ്പര് അർത്ഥം എന്താ അറിയോ? രണ്ടു കൂട്ടർ തെറ്റിയാൽ ഐക്യമുണ്ടാക്കണം. ഫൈൻ ബഗത് ഇഹ്ദാഹുമാ അലൽ ഉഖ്റാ, ആ ഐക്യം പൊടിക്കാൻ ആരും വരികയാണെങ്കിൽ ഓരോട് യുദ്ധം ചെയ്യണം. എങ്ങനെയുണ്ട്? ഖുർആൻ റിസർച്ചാ മൂപ്പര്. ഈ രണ്ട് കൂട്ടിൽ ആരെങ്കിലും അക്രമം കാണിച്ചാൽ ഓലുമായി യുദ്ധം ചെയ്യണമെന്നാ അതിന് മൂപ്പര് അർത്ഥം. ഇത് പൊളിക്ക ആരെയും വന്നാൽ ഓരോട്ട് യുദ്ധം ചെയ്യണം. എന്നിട്ട് പിന്നെ ബാക്കി പിന്നെ നമ്മളെ എത്തുക. നമ്മൾ ഐക്യം പൊളിക്കാൻ പറ്റില്ല. ഈ ഐക്യം പൊളി നമുക്കറിയാം. ഇത് പഠിച്ചോൻ പൊളിക്കും. കാരണം എന്താ പറയുക? ഐക്യത്തെ തൗഫീഖ് എപ്പോഴാ? ഈ യുരീദ ഇസ്ലാഹൻ യുവഫിഖില്ലാഹു ബൈനഹുമാ. ഭാര്യ ഭർത്താക്കന്മാർ വിഷയം വന്നപ്പോൾ അല്ലാഹ് പറഞ്ഞു, രണ്ടുപേരും ഭിന്നിച്ചു, പിരിയാൻ പോവുക. ഇനി രണ്ടാമത് യോജിക്കുകയാണെങ്കിൽ ഈ യുരീദ ഇസ്ലാഹൻ, ഇസ്ലാഹാണ് ഉദ്ദേശമെങ്കിൽ യുവഫിഖില്ലാഹ്, അല്ലാഹ് തൗഫീഖ് നൽകുന്ന. ഉദ്ദേശം ഇസ്ലാഹാകണം. ഉദ്ദേശം ഇസ്ലാഹല്ലെങ്കിൽ 2002 നമ്മളൊക്കെ ചവിട്ടിപ്പുറത്താക്കിയില്ല. ഓലെ പകരം വീട്ടാൻ പറ്റിയ സമയം എപ്പോഴാ എന്ന് മനസ്സിലാക്കി ചില മനുഷ്യന്മാർ കളിച്ചു എന്ന് മാത്രമേ ഞങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ. ഐക്യ ചർച്ച പണ്ടും വന്നല്ലോ. എന്തേ അന്ന് പൊളിഞ്ഞത്? ഐക്യ ചർച്ച വരുമ്പോഴേക്ക് അന്ന് അബൂബക്കർ സലഫി, അതേപോലെ ഷമീർ മദീനി, ഹംസ മദീനി അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഐക്യ ചർച്ച വരുമ്പോൾ ഇവരൊക്കെ ചോദിക്കുക, അല്ല ഇതിപ്പോ എന്തായി ബദറിൽ മലക്കിറങ്ങിക്കണോ ഇല്ലേ? സംസം വെള്ളം കുടിക്കണോ വേണ്ടേ? അജുദസ്മതിന് മഹത്തുണ്ടോ ഇല്ലേ? അപ്പൊ തൽക്കാലം പിരിച്ചിടും. ഇപ്പൊ നടക്കൂല. ഇപ്പൊ ഓലെ കണ്ട് പോന്നു, അവരെ കണ്ട് പോന്നു, ഓലെ കണ്ട് ഇനിയിപ്പോ ചോദിക്കാറില്ല. ഇപ്പൊ ചോദിക്കാറില്ല. അപ്പൊ അസ്ഹറിലേക്ക് മനസ്സിലായി ഇപ്പൊ അദ്രാൻ സലഫിനെ പിടിച്ച സംഗതി നടക്കുന്നു. കാരണം ഡ്രൈവർ മൂപ്പര, കണ്ടക്ടറും ക്ലീനറൊക്കെ മൂപ്പര തന്നെ. അപ്പൊ മൂപ്പരെ പിടിച്ച സംഗതി ഒപ്പിക്ക. അങ്ങനെ ഓരമ്മലെ ഒത്തു കളിച്ചിട്ട് ഇത് സംഗതി ഒന്നാക്കി. അതാണല്ലോ ജോയിന്റ് സെക്രട്ടറി അദ്രാൻ സലഫി, ഓർഗനൈസിംഗ് സെക്രട്ടറി അസ്ഹർ അലി. അപ്പൊ മനസ്സിലായില്ലേ എവിടുക്ക പോക്കെന്ന്? എവിടുക്ക പോക്ക് മനസ്സിലായില്ലേ? അതാണ് ഇത്. ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ബോധപൂർവം ഉണ്ടാക്കിയ ചില
കളികളാണ് എനിക്കറിയാം. അതുകൊണ്ട് ഇത് ആരും പൊളിക്കണ്ട, ഇത് ഓതന്നെ പൊളിക്കും. ഈ വണ്ടി മുന്നോട്ട് പോകൂല. കാരണം എന്താ, ഒരു കൂട്ടര് പറയാ ഇപ്പൊ കണ്ട ഐക്യസമ്മേളനം കഴിഞ്ഞിട്ട് 20ാം സമ്മേളനം 23ാം ശബാബിലാ പറഞ്ഞത് മദീനത്തെ ജൂതൻ നബിക്ക് സിഹറയിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി വിശ്വസിച്ചാൽ ഷിർക്കാണ്. അതേ ഡിസംബർ അൽമനാട് പറയാ സിഹിർ യാഥാർത്ഥ്യം, അത് വിശ്വസിക്കണം. നല്ല ഐക്യല്ലേ? പത്രസമയത്ത് ടി പി പറയാ അതൊക്കെ ഇനി ജമ്മിയത്തുലമ കൂടി തീരുമാനിക്കുന്ന. ഏതാപ്പ ശരി? ജമ്മിയത്തുലമ ഇത് പണ്ടേ ജമ്മിയത്തുലമ ആളുകൾക്ക് ഇതിന് ബഹുമാനമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അത് ഓതനെ നാശാക്കി, ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ജമ്മിയത്തുലമ തീരുമാനിക്കുന്നു പറയാ. പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് ശബാബിൽ വരുന്നത് ഇത് ശിർക്ക് തന്നെയാണ്. അൽമനാളിൽ പറയാ അല്ല, തൗഹീദ് തന്നെയാണ്. തൗഹീദ് പഠിപ്പിക്കുന്ന പരമ്പരയെ അതിലാ സിഹിർ പറഞ്ഞതും. പ്രബോധന വിഷയം ആക്കണ്ടെന്ന് പറഞ്ഞത് ആ ഫസ്റ്റ് ഇറങ്ങിയ അൽമനാൾ തന്നെ പ്രബോധന വിഷയം ആക്കുകയും ചെയ്തു. അപ്പൊ ടി പി പറഞ്ഞിടത്തുന്നല്ല കാര്യം നടക്കണത്. അതൊക്കെ ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് വേറെ ഉണ്ട് എന്നല്ലേ ബുദ്ധിയുള്ളോ മനസ്സിലാക്കുക. അതെന്തെങ്കിലും സംഘടന എന്തെങ്കിലും അവിടെ നമ്മളെ വിഷയം അതല്ല. ഞങ്ങളുടെ നാട്ടില് KNM പക്ഷപാതികൾ കൈവശം വെച്ചൊരു പള്ളിയിലെ ഖത്തീബ് ഞങ്ങളൊക്കെ പിടിച്ചിറക്കിയിട്ട് പിന്നെ കയറ്റിയാണ്. അയാളെത്ത് സംസാരിക്കാൻ പോയി ഞാൻ കുറച്ച് മുമ്പ്. അപ്പൊ മൂപ്പൻ ഞങ്ങളോട് പറഞ്ഞാല് ഇതൊരു വലിയൊരു പ്രസ്ഥാനമല്ലേ, അതുകൊണ്ട് ആദർശ രംഗത്ത് നമ്മൾ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ വേണ്ടി വരും. സംഘടനാ തലത്തിൽ ഒരു വിട്ടുവീഴ്ചയും പറ്റൂല. ആദർശത്തിന് പല വിട്ടുവീഴ്ചയൊക്കെ വേണ്ടി വരും, സംഘടനാ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും പറ്റൂല. അവരുടെ സംഘടനയുടെ ഒപ്പം നിന്നേ പറ്റുള്ളൂ, അതിനപ്പുറം ഞാനില്ല എന്നാ. ആദർശം അതൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ. സഹോദരന്മാരെ, എവിടേക്കായി പോക്ക്? ഇത് അസ്ലാണ്, ഇത് മൻഹജാണ്. അത് അഷ്റഫ് പറഞ്ഞല്ലോ, മൻഹജാണിത്. ഇത് ശിർക്കും തൗഹീദുമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ, ഈ ബദൽ മലക്കിറങ്ങിയെന്നും സാഹിറിനെ ശൈത്താൻ സഹായിക്കുമെന്നും അല്ലാഹു റസൂലിനെ മലക്ക് സഹായിക്കുമെന്നൊക്കെയുള്ള ഈ വിഷയങ്ങൾ പറഞ്ഞതിന്റെ പേരിലാണ് അബ്ദുസ്സലാം സുല്ലമി ഇവരെ പറ്റി ശിർക്ക് ആരോപിച്ചത്. അത് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്രയും ആയപ്പോ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാരുടെ അനുയായികൾ എടവണ്ണയിൽ സുല്ലമിയുടെ വീട്ടിലേക്ക് വന്നു. എന്തിന്? ഇന്റർവ്യൂവിന്. ഇത്രയും കാലം മുജാഹിദീങ്ങൾ നേതാക്കന്മാരുടെ വീട്ടിലേക്ക് AP സുനിയാളെ മാസികയിൽ ഇന്റർവ്യൂ വന്നേക്കണോ? ഇല്ലല്ലോ. ഈ പ്രശ്നം വന്നപ്പോ ടീപ്പിന്റെ വീട്ടിൽ പോയി, സീപ്പിന്റെ വീട്ടിൽ പോയി, സലാം സുല്ലമിന്റെ വീട്ടിലും പോയി, വേറെ എവിടേക്കും പോയില്ല. അവിടെ ചെന്ന് അബ്ദുസ്സലാം സുല്ലമി ഇന്റർവ്യൂ എടുത്തി. ആ ഇന്റർവ്യൂവിന് സുല്ലമിയോട് ചോദിച്ചു. എന്താ ചോദിച്ചറിയോ? ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവാൻ കാരണം എന്താണ്? ജിന്ന് സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാവാൻ കാരണമെന്ത്? മറുപടി എന്താ അറിയോ? മറുപടി, ഇത് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ച തൗഹീദിന് എതിരാണ്. ജിന്ന് സഹായിക്കുമെന്നാൽ അഭൗതിക അദൃശ്യ മാർഗത്തിൽ അല്ലാഹു അല്ലാത്തവർ സഹായിക്കും എന്നാണ് അർത്ഥം. അതുകൊണ്ട് തൗഹീദിനെതിരാണ്. അപ്പൊ അടുത്ത ചോദ്യം, അദൃശ്യം കൊണ്ട് മുജാഹിദുകൾ ഉദ്ദേശിക്കുന്നത് എന്ത്? മറുപടി, പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ളത്, കണ്ണ് കാണാത്തത്. അങ്ങനെ അബ്ദുസ്സലാം ഇപ്പൊ കണ്ണ് കാണില്ല, മൂപ്പര് അബൗദികല്ല. ഇപ്പോ ആപേക്ഷികമായിട്ട് അബൗദിക എന്ന് പറയാം, അദൃശ്യം എന്ന് പറയാം. അതുകൊണ്ട് മൂപ്പർക്ക് പരിന്നിട്ട് കേൾക്കണമെന്ന് ചോദിച്ചാൽ ശിർക്കാവോ? ഇല്ലല്ലോ. അടുത്ത ചോദ്യം, മൗലവി വിഭാഗം മുസ്ലിക്കുകളാണോ? ഏതായി മൗലവി? AP അബ്ദുൽ ഖാദിർ മൗലവി. അബ്ദുസ്സലാം സുല്ലമിയോട് AP സുന്നിക്കാരൻ ചോദിക്കാം, മൗലവി വിഭാഗം മുസ്ലിക്കുകളാണോ? മറുപടി, അതെ, അതെ, അവർ ശിർക്കിലേക്കുള്ള വാദങ്ങളാണ് ഉന്നയിക്കുന്നത്. സെൻസിംഗ് 2007 ഏപ്രിൽ. AP അബ്ദുൽ ഖാദിർ മരിക്കുമ്പോ അബ്ദുസ്സലാം സുല്ലമിന്റെ വിശ്വാസം AP മുസ്ലിക്കാണ് എന്നാ. ഇനി ഐക്യപ്പെട്ടിട്ട് എങ്ങനെ പോയി പൊരുത്തപ്പിടിക്കാം? എവിടെ പോയാ തിരുത്തുക? ഇതെങ്ങനെ തീർക്കാം? ഇതെങ്ങനെ തീർക്കാം? ഇത് നിസ്സാര വിഷയമാണോ സഹോദരന്മാരെ? ഇത് ചെറിയ കാര്യമാണോ? അദ്ദേഹം മരിക്കുമ്പോ അബ്ദുസ്സലാം സുല്ലമിന്റെ വിശ്വാസം, ഇപ്പോഴും സലാം സുല്ലമിന്റെ വിശ്വാസം എന്താ? ഓലൊക്കെ മുസ്ലിക്കാൻ തന്നെയാണ്. കാരണം എന്താ? കഴിഞ്ഞ ലക്കം സഭാബിലല്ലേ അദ്ദേഹം എഴുതിയത്. ശിർക്ക് യാഥാർത്ഥ്യത്തിന്റെ വിശ്വസിച്ച ശിർക്കാന്നുള്ളത് അതല്ലേ അമാനി മൊഴി പഠിപ്പിച്ചത്, അതല്ലേ KM മൊഴി പറഞ്ഞത്, അതല്ലേ ഉമർ മൊഴി പറഞ്ഞത്, അതല്ലേ AP വിശ്വസിച്ചത്. അപ്പൊ അതൊക്കെ ശിർക്കാന്ന് വിശ്വസിക്കുക. എന്നിട്ട് അത് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ ഈ ഐക്യം? അതുകൊണ്ട് ആ പത്രക്കാർ ചോദിച്ച തീരുമാനം എന്തായി? ഇപ്പൊ പറഞ്ഞു അത് 20-ാം തീയതി പറയുള്ളൂ. ശരി, 20-ാം തീയതി പോയി നോക്കി കുറെ ആളുകൾ നിരാശപ്പെട്ട് മടങ്ങി. എന്താ സലഫി പറഞ്ഞത്? ആദർശം അങ്ങനെ ഞാൻ നീട്ടിപ്പഴുത്തി ഇവിടെ വിശദീകരിക്കുന്നൊന്നുമില്ല. കേട്ടോ നിങ്ങൾ? അതാണ് സലഫി പറഞ്ഞത്.
ഇവിടെ ഒന്നായി മുന്നോട്ടു പോവാനുള്ള തീരുമാനം മഹത്തായ ആദർശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ആദർശം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ ദീർഘമായി വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ടോ, ഞാൻ ഇവിടെ ദീർഘമായി വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ടീപ്പ് എന്ന് പറഞ്ഞാൽ തീരുമാനം അങ്ങോട്ട് പോരി, അതൊക്കെ അവിടെ വ്യക്തമായി പറയും. അവിടെ എത്തിയപ്പോഴോ അത് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തേ കാരണം? വിശദീകരിച്ച പ്രശ്നമാണ്. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് പോലെ അവിടെ പ്രസിഡന്റ് ആരാ, സെക്രട്ടറി ഒക്കെ പറഞ്ഞല്ലോ, എല്ലാം പറഞ്ഞല്ലോ. ജോയിന്റ് സെക്രട്ടറിയും സംഘടനാ വകുപ്പ് സെക്രട്ടറിയും ഒക്കെ പറഞ്ഞു. അതിന് വിനിയോഗിച്ച സമയത്തിന്റെ പകുതി മതി. ഇതാ ഇന്ന വിഷയങ്ങളിൽ ഇന്നതാകുന്നു ശരി. ഏറ്റവും ചുരുങ്ങിയത് അവിടെ അബ്ദുസലാം സുലമി വന്നിട്ട് മൈക്കിൽ വന്നിട്ട് കൂട്ടരെ ഞാൻ കുറച്ച് വിഷയങ്ങളൊക്കെ പറഞ്ഞിരുന്നു, അത് അബദ്ധമായി എനിക്ക് മനസ്സിലായി, ഞാനത് തിരുത്തി, ഞാൻ റബ്ബിനോട് തൗബ ചെയ്യാം, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊരു വാക്കെങ്കിലും പറഞ്ഞാൽ അതല്ലേ മര്യാദ? അതല്ലേ മര്യാദ?